പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരള സാരിയാണ് മെയിൻ. പക്ഷെ കേരള സാരി ഉടുക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരും കുറെ പേരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി കുറച്ച് സാരീസ് കാണിച്ചു തരാം. ഇതിപ്പോ ഓണം മാത്രമല്ല, കല്യാണം, റിസപ്ഷൻ, ഫെയർവെൽ അങ്ങനെയുള്ള ഏത് അവസരത്തിലും ഉടുക്കാൻ പറ്റിയ സാരീസ് ആണ്. ആൻഡ് സാരീസ് എല്ലാം ഞാൻ മിൻട്രയിൽ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ലെറ്റ് മീ ഷോ യു ദ ഫസ്റ്റ് വൺ. ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാരി ആട്ടോ ഇത്. ആക്ച്വലി ഇത് കേരള സാരി ഒന്നും അല്ലെങ്കിലും ഉടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു ടിഷ്യൂ സാരിയുടെ ഒരു ലുക്ക് ഒക്കെ വരും. ഒരു സോഫ്റ്റ് ഓർഗാൻസ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ആൻഡ് ഇതിന്റെ ലേസ് വരുന്നത് നല്ല ഭംഗിയാട്ടോ നേരിട്ട് കാണാനായിട്ട്. വൺ ലെയർ മാത്രമല്ല, ഇത് പ്ലീറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ബ്ലൗസ് ആയിട്ട് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുള്ളത് എന്റെ പഴയ ഒരു ക്രോപ്പ് ടോപ്പ് ആട്ടോ. പക്ഷെ ഇതിന്റെ കൂടെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലും കൂടെ വരുന്നുണ്ട്. സാറ്റിൻ മെറ്റീരിയൽ വരുന്ന ഒരു ബ്ലൗസ് ബിറ്റ് ആണ്. രണ്ടും ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും വരും. ഇതൊന്നും പോരാണ്ട് മിൻട്രയിൽ തന്നെ ഞാൻ വേറൊരു ഇടിവെട്ട് ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. സോ ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്യാനായിട്ട് വാങ്ങിച്ചതായിരുന്നു. നല്ല ജിൽ ജിൽ എന്ന് പറയുന്ന ഒരു ഇടിവെട്ട് ബ്ലൗസ്. പോരാത്തതിന് പാഡഡും ആണ്. കുറച്ച് ഡീപ്പ് നെക്ക് ആണ്. പക്ഷെ ഡീപ്പ് നെക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഡീപ്പ് ഒന്നും അല്ല. ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എനിക്കിത് കുറച്ച് ലൂസ് ആയിരുന്നു. ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മടക്കി ഇപ്പൊ തന്നെ അലമാരിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് വണ്ണും ഓണത്തിന് ഉടുക്കാൻ പറ്റിയ സാരിയാണ്. ഈ സാരിയുടെ കളറാണ് ഇതിന്റെ ഹൈലൈറ്റ്. എനിക്ക് സാരി ഉടുത്തപ്പോൾ മുതൽ എന്തുകൊണ്ടാണെന്നറിയില്ല, മനസ്സിൽ മൊത്തം പൂക്കളത്തിന്റെ ഇമേജ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിന്റെ മെറ്റീരിയൽ ആട്ടാ. എന്ത് എളുപ്പത്തിലാണെന്നറിയോ പ്ലീറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയത്. ഞാൻ ഇതിന്റെ അടിയിൽ ഒരു ടാങ്ക് ടോപ്പ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലും കൂടെ വരുന്നുണ്ട്. വൈറ്റ് കളർ ആട്ടാ വരുന്നത്. ആൻഡ് ഇത് ഞാൻ മിൻട്രയിൽ തന്നെ വാങ്ങിച്ച ഒരു സ്ലീവ്ലെസ് വൈറ്റ് ബ്ലൗസ് ആട്ടാ. ഇതിന്റെ കൂടെ നല്ല മാച്ച് ആയി പോകുന്നുണ്ടായിരുന്നു. സാരിയുടെ ഇമേജ് നോക്കി കഴിഞ്ഞപ്പോൾ അതിലെ മോഡൽ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പള്ളിയിലൊക്കെ പോകുമ്പോൾ ഉടുത്തോണ്ട് പോകാൻ പറ്റിയ സാരിയാണ്. അങ്ങനെ ഓണത്തിനും പള്ളിയിലോട്ട് മാത്രമല്ല, ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഈ ഒരു സാരി സുഖമായിട്ട് ഉടുക്കാൻ പറ്റും. ആൻഡ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാരി. ഇത് ഓണത്തിന് മാത്രമല്ല, നമുക്ക് ഫെയർവെല്ലിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സാരിയും കൂടെയാണ്. പച്ച, മഞ്ഞ, ചോപ്പ് എന്ന് പറയുന്ന പോലെ കുറെ കളർ കോമ്പോസിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചത് ഒരു വയലറ്റും ഗോൾഡും കലർന്ന പോലത്തെ ഒരു കളർ ആയിരുന്നു. ആൻഡ് ഇതാണ് ബ്ലൗസിന്റെ മെറ്റീരിയൽ. സാരിയിലായാലും ബ്ലൗസ് മെറ്റീരിയൽ ആയാലും സൈഡിൽ മൊത്തം നല്ല ഹെവി ബീഡഡ് വർക്ക് ആട്ടോ. ബ്ലൗസ് മെറ്റീരിയലും ഈ ഒരു സാരിയുടെ അതേ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു റെഡ് ബ്ലൗസ് വെച്ച് ഇട്ടുന്നേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പൊ പിന്നെ വീട്ടിൽ പൂവുള്ള കാരണം എന്ത് ഡ്രസ്സ് ഇട്ട് നോക്കി കഴിഞ്ഞാലും ചെവിയിലോ തലയിലോ പൂ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ ലിങ്ക് എല്ലാം ഈ ഒരു സൈഡിൽ കൊടുക്കാം. ഇഷ്ടപ്പെട്ട വേഗം വാങ്ങിച്ചോ, ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും.